കത്തിരിക്ക നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണല്ലേ. പക്ഷേ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതാ കത്തിരിക്കയൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കത്തിരിക്കായും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു പച്ചമുളകും സവോളയും 2-3 അല്ലി വെളുത്തുള്ളിയും ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ രീതിയിൽ കറി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കാത്ത കൂട്ടുകാരാണെങ്കിലും ഈ രീതിയിലൊന്ന് കറി വെച്ചാൽ കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വെക്കുന്ന കത്തിരിക്ക കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതാ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഇതാ ഒരു പച്ചമുളകല്ല ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇതാ പച്ചമുളക് ഒരെണ്ണമാണ് കേട്ടോ. പച്ചമുളക് എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളകും പിന്നെ ഇതാ കുറച്ച് സവോളയും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മലയാളികൾക്കാണ് കൂടുതലായിട്ട് കത്തിരിക്കയൊക്കെ അങ്ങനെ ഇഷ്ടമില്ലാത്തത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കത്തിരിക്ക കൊണ്ടായിരിക്കും കറികളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് കത്തിരിക്ക. അപ്പം ഇവിടെ കർണാടകത്തിലും ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കത്തിരിക്കയെ. അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ടിങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഞാൻ 2 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറിക്കകത്തൊക്കെ മസാല പൊടിക്കാൻ ഇടുന്നില്ലേ പട്ട, ആ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പട്ടയൊക്കെ ഇട്ട് കൊടുത്ത് അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം എരിവിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്കതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിലും നല്ലത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം സാധാരണ നമുക്ക് മലയാളികൾക്ക് കത്തിരിക്കയുടെ ഒന്നും വലിയ താല്പര്യം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ. ചെറിയ തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ആ ഒരു പേസ്റ്റും കൂടെ തക്കാളി പേസ്റ്റും കൂടെ നമ്മുടെ മസാലയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തക്കാളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് അതെല്ലാം തക്കാളിയൊക്കെ ഒന്ന് മസാലയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയും കൂടെ കത്തിരിക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വയലറ്റ് കളറിലെ വഴുതനങ്ങയെ. അപ്പം ഇതിന് നമ്മൾ കത്തിരിക്ക എന്നാണ് കേട്ടോ പറയുന്നത്. ചില ആൾക്കാർ വഴുതനങ്ങ എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോൾ കത്തിരിക്കായും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. അപ്പം ഉരുളക്കിഴങ്ങും കത്തിരിക്കായും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആ മസാലയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇതെല്ലാം ഇളക്കിയതിന് ശേഷം നമ്മൾ പാകത്തിനുള്ള ഉപ്പും ഒക്കെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പച്ചവെള്ളം അല്ല കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ പാലിലാണ് നമ്മുടെ കറി ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഏതൊരു കറിക്കാണേലും ഒരു പ്രത്യേക സ്വാദ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ പ്രത്യേകത എന്ന് പറയുന്നത്. തേങ്ങാപ്പാലിലൊക്കെ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം നല്ലൊരു പ്രത്യേക സ്വാദല്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഇളക്കി ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെക്കും കേട്ടോ. അപ്പം ഈ വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണല്ലോ. ആവി ചെല്ലുമ്പോൾ തന്നെ വഴുതനങ്ങയൊക്കെ വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം തിളച്ച് വന്ന് വീണ്ടും ഞാനൊന്ന് അടച്ചു വെച്ചു കേട്ടോ. നമ്മൾ ഒരു ചെറിയ ഗ്രേവിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരുപാട് ഗ്രേവിയല്ല, എന്നാൽ ഒട്ടും തിക്കുമല്ലാത്ത രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി നമ്മുടെ തേങ്ങാപ്പാലൊക്കെ മസാലയിലെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അവസാനം കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ കത്തിരിക്ക പാൽക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു കത്തിരിക്ക കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കത്തിരിക്ക കറിയുടെ റെസിപ്പി നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണേ. വീണ്ടും പുതിയ വീഡിയോയിലൂടെ കാണാം.